2007 മുതൽ 2016 വരെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി വഴിയരികിൽ ഉറങ്ങിക്കിടന്ന 8 പേരാണ് കല്ലുകൊണ്ട് തലക്കടിയേറ്റ് കൊല്ലപ്പെട്ടത്. 2016 ഉണ്ണി എന്ന ആളുടെ മരണത്തോടെ കേസ് സേവ് എന്ന വ്യക്തിയിലേക്ക് തിരിയുന്നു. ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിനു ശേഷം കൊച്ചിയെ നടുക്കിയ കൊലപാതക പരമ്പരയുടെ ചുരുളഴിയുന്നു. 10 വർഷത്തിനിടെ നാടിനെ നടുക്കിയ 9 കൊലപാതകങ്ങൾ ചെയ്ത സേവർ എന്ന കിണറ്റിങ്കൽ വീട്ടിൽ പണിക്കർ കുഞ്ഞുമോനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പോക്കിത് എങ്ങോട്ടാണ്? 2016 മാർച്ച് 9 റിപ്പർ മോഡൽ ആക്രമണത്തിനിരയായി നെഞ്ചും വാരിയലും തകർന്ന ഉണ്ണി എന്ന വ്യക്തി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നു. തുടർന്ന് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട പോലീസ് സംഘം ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നു. കേസിന് വലിയ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ല. ഇതിനിടയിൽ എറണാകുളത്ത് തന്നെ സമാന രീതിയിൽ ഒരു കൊലപാതക ശ്രമം കൂടി ഉണ്ടായി. അക്രമത്തിനിരയായ വ്യക്തിയുടെ സുപ്രധാന മൊഴിയാണ് അന്വേഷണ സംഘത്തെ സേവർ എന്ന കുഞ്ഞുമോനിലേക്ക് എത്തിക്കുന്നത്. 2007 ഇടപ്പള്ളി പോണേക്കര ഭാഗത്ത് കടവരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്ന അബ്ദുൽ ഖാദർ എന്ന 80 വയസ്സുകാരനാണ് ഈ കൊലപാതക പരമ്പരയിലെ ആദ്യ ഇര. അതേ വർഷം സെപ്റ്റംബറിൽ തൃക്കാക്കര പഞ്ചായത്ത് വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്ന 75 വയസ്സുകാരനായിരുന്നു അടുത്തത്. പിന്നീട് അങ്ങോട്ട് 2008 കാക്കനാട് കലക്ട്രേറ്റിന്റെ വടക്കേ ഗേറ്റിന് സമീപം കിടന്നുറങ്ങുകയായിരുന്ന 40 വയസ്സുകാരൻ. 2008 തന്നെ നോർത്ത് പറവൂർ ചെറിയപള്ളി SBIക്ക് സമീപം കിടന്നുറങ്ങുകയായിരുന്ന പ്രതാപചന്ദ്രൻ. 2009 ഓഗസ്റ്റ് 27 രാത്രി എറണാകുളം ബ്രോഡ്വേയിൽ ഉറങ്ങുകയായിരുന്ന സന്താനം. 2009 ഒക്ടോബർ 9 എറണാകുളം മാർക്കറ്റിലെ ബേസിൻ റോഡിൽ തകര എന്ന 60കാരൻ. 2014 ജനുവരി 17 കലൂർ ആസാദ് റോഡിൽ ചേരാത്രിക്കോവിൽ ക്ഷേത്രത്തിന് എതിർവശത്ത് പരമേശ്വരൻ. 2015 ഒക്ടോബറിൽ എറണാകുളം നോർത്ത് റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ തമിഴ്നാട് സ്വദേശി ശെൽവം എന്നിവർ മൃഗീയമായി തലക്കടിയേറ്റ് കൊല്ലപ്പെട്ടു. കടത്തിണ്ണകളിൽ കിടന്നുറങ്ങുന്ന ഊരും പേരും അറിയാത്തവരായിരുന്നു പ്രതിയുടെ ഇരകൾ. കൊലപാതകത്തിന് ശേഷം ആരും തന്നെ അന്വേഷിച്ച് പുറകെ വരാതിരിക്കുവാൻ കൂടിയാവണം ഇങ്ങനെയുള്ളവരെ മാത്രം പ്രതി തേടിപ്പിടിച്ച് ഇരയാക്കിയത്. കടത്തിണ്ണകളിൽ ഉറങ്ങിക്കിടക്കുന്നവരുടെ പണം മോഷ്ടിക്കുന്നത് പ്രതിയുടെ ശീലമായിരുന്നു. ഈ മോഷണ ശ്രമങ്ങളെ തുടർന്നുണ്ടായ തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതും. മദ്യത്തിനും ലഹരിക്കും അടിമയായ പ്രതി ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനാണ് മോഷണം നടത്തിയിരുന്നത്. മയക്കുമരുന്നിന്റെ അമിത ഉപയോഗം മൂലം ഉറക്കം നഷ്ടപ്പെട്ട ഇയാൾ രാത്രികാലങ്ങളിൽ സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നത് പതിവായിരുന്നു. സിനിമ മുഴുവനും കാണാതെ പുറത്തിറങ്ങി അലഞ്ഞു തിരിയുകയും വഴിയോരത്ത് കിടന്നുറങ്ങുന്നവരുടെ പണം അപഹരിക്കുകയും ചെയ്തു. പലതവണ ഇയാൾ മോഷണ കേസിൽ പിടിയിലായിട്ടുണ്ട്. കൊലപാതക ശേഷം യാതൊരു സ്വഭാവ വ്യത്യാസവും ഇയാൾ കാണിച്ചിരുന്നില്ല. സാധാരണ രീതിയിലുള്ള പെരുമാറ്റം ഇയാളിലേക്ക് നേരിയ സംശയം പോലും ഉണ്ടാക്കിയിരുന്നുമില്ല. ഏറ്റവും ഒടുവിൽ എറണാകുളം ട്രാഫിക് ജംഗ്ഷനിൽ ഉറങ്ങിക്കിടന്ന വ്യക്തിയെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ രക്ഷപ്പെട്ട ആളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞുമോനെ അറസ്റ്റ് ചെയ്തത്. ഉണ്ണിയെ കൊലപ്പെടുത്തിയ കേസ് ഒഴികെ മറ്റെല്ലാ കേസുകളിലും വിചാരണ കോടതികൾ സേവ്യറിനെ വെറുതെ വിട്ടിരുന്നു. ഇയാൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഫലപ്രദമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന വിലയിരുത്തിയാണ് കോടതി ഇയാളെ വെറുതെ വിട്ടത്. ഊരും പേരും അറിയാത്ത കടവരാന്തയിൽ കിടന്നുറങ്ങുന്നവരിൽ നിന്ന് നാളെ ഞാനോ നിങ്ങളോ ആവില്ലെന്ന് ആരു കണ്ടു?